മലയാള സിനിമയുടെ വിന്റേജ് മാന്ത്രികതയായ മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ തരുൺ മൂർത്തിയുടെ തുടരുമെന്ന ചിത്രം തിയേറ്ററുകളിലെത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ച അപ്രതീക്ഷിത സമ്മാനമായിരുന്നു പ്രകാശ് വർമ്മയുടെ ജോർജ് സാർ എന്ന വില്ലൻ കഥാപാത്രം. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ഒരാളുടെ പതർച്ചകളില്ലാതെ പകയുടെ കനലുകൾ കണ്ണിലേരിയുന്ന ഒരു വില്ലനായി പ്രകാശ് വർമ്മ നിറഞ്ഞാടിയപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് ഒരു പുതിയ താരോദയത്തെയായിരുന്നു. എന്നാൽ സത്യം അതല്ല. പ്രകാശ് വർമ്മ വെള്ളിത്തിരയിൽ ഒരു പുതുമുഖമല്ല, പിന്നെയോ വർഷങ്ങളായി സിനിമയെ നെഞ്ചോട് ചേർത്ത ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണ്. എങ്ങനെയാണ് തിരക്കേറിയ ഒരു പരസ്യചിത്ര സംവിധായകൻ തുടരുമെന്ന ചിത്രത്തിലെ വില്ലനായി മാറിയതെന്നറിയണ്ടേ? അതിനു പിന്നിലൊരു സിനിമാ കഥയുണ്ട്. സംവിധായകൻ തരുൺ മൂർത്തിക്ക് ജോർജ് സാറിനെ കുറിച്ച് ഒരു വ്യക്തമായ രൂപമുണ്ടായിരുന്നു. ഗൗരവമുള്ള ശബ്ദവും രൂപവും, കണ്ടാൽ ഒരു ഗാംഭീര്യം തോന്നണം, എന്നാൽ ഒപ്പം പ്രേക്ഷകർക്ക് പരിചിതമല്ലാത്തൊരു മുഖവുമായിരിക്കണം. ഈ സ്വപ്ന കഥാപാത്രത്തിനായി തരുൺ നിരവധി അഭിനേതാക്കളെ തേടി, അന്യഭാഷകളിൽ പോലും ഓഡിഷൻ നടത്തി. പക്ഷെ തൃപ്തികരമായ ഒരാളെ കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെയാണ് തിരക്കഥാകൃത്ത് KR സുനിൽ തന്റെ സുഹൃത്ത് വലയത്തിലുള്ള പ്രകാശ് വർമ്മയെക്കുറിച്ച് തരുൺ മൂർത്തിയോട് പറയുന്നത്. തിരക്കുള്ള ഒരു പരസ്യ സംവിധായകനെ സിനിമയിൽ വില്ലനായി കിട്ടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് അറിയാമായിരുന്നിട്ടും തരുൺ ബോംബെയിലേക്ക് യാത്രയായി. അവിടെ കണ്ടത് പ്രകാശ് വർമ്മയെ ആയിരുന്നില്ല, മറിച്ച് താൻ മനസ്സിൽ കണ്ട ജോർജ് സാറിനെ തന്നെയായിരുന്നു. കഥയും കഥാപാത്രവും പ്രകാശിന് ഇഷ്ടപ്പെട്ടു. എന്നാൽ അതിനേക്കാൾ ഉപരി ഒരു കടുത്ത മോഹൻലാൽ ആരാധകനായ പ്രകാശിനെ ആകർഷിച്ചത് ലാലേട്ടനൊപ്പം ചെലവഴിക്കാനുള്ള അവസരവും അദ്ദേഹവുമായി അടുത്തിടപഴകാനുള്ള സാധ്യതയുമായിരുന്നു. എങ്കിലും ഇത്രയും ഗൗരവമുള്ള ഒരു കഥാപാത്രം തനിക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം പ്രകാശിന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ കണ്ട മാത്രയിൽ ജോർജിനെ മനസ്സിലുറപ്പിച്ച സംവിധായകന് അതിലും ഒരു പോംവഴിയുണ്ടായിരുന്നു. പ്രകാശിന് ആത്മവിശ്വാസം നൽകാനായി തരുൺ ഒരു ഓഡിഷൻ നടത്തി. 1-2 സീനുകൾ അഭിനയിപ്പിച്ചു നോക്കി. ജോർജ് കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന രംഗം വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ചു. പതിയെ പ്രകാശ് ജോർജായി രൂപാന്തരപ്പെടാൻ തുടങ്ങി. നടത്തത്തിലും എടുപ്പിലും മാനറിസങ്ങളിലും വരെ ഒരു വില്ലനായി പ്രകാശ് മാറി. ഈ ഘട്ടത്തിൽ പ്രകാശിനുണ്ടായ ആത്മവിശ്വാസം കൂടിയായപ്പോൾ സ്ക്രീനിൽ നമ്മൾ കണ്ട ജോർജ് സാർ പൂർണ്ണതയിലെത്തി. ജോർജ് എന്ന കഥാപാത്രം ആരാണെന്ന ഒറ്റ വാക്കിലെ ചോദ്യത്തിന് സംവിധായകന് ഒരു നിർവചനമുണ്ടായിരുന്നു. മാന്യനെന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷം നിറച്ച ഒരു പാമ്പ്. ഈ നിർവചനം ആദ്യം ഏറ്റവും നന്നായി മനസ്സിലായതും പ്രകാശിനാണ്. ഒരു പുതുമുഖ നടന്റെ യാതൊരു പരിഭ്രമവുമില്ലാതെ സാക്ഷാൽ മോഹൻലാലിനെ പോലും വിറപ്പിച്ച ജോർജിലേക്കുള്ള പ്രകാശിന്റെ പരകായ പ്രവേശം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അസാമാന്യ മെയ്വഴക്കത്തോടെ ഒരു പരിചയസമ്പന്നനായ ഫൈറ്റർക്ക് തുല്യമായി പ്രകാശ് സ്ക്രീനിൽ നിറഞ്ഞാടി. സിനിമയുടെ രണ്ടാം പകുതിയെ കൂടുതൽ ആകർഷകവും ത്രില്ലിങ്ങുമാക്കിയത് ജോർജ് എന്ന കഥാപാത്രത്തിന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സിനിമ എന്ന സ്വപ്നവുമായി ചാൻസ് തേടി അലഞ്ഞ ആയിരക്കണക്കിന് സിനിമാ പ്രേമികളിൽ ഒരാളായിരുന്നു പ്രകാശ് വർമ്മ. ഒരിടയ്ക്ക് വിജയ് തമ്പിയുടെ സഹായിയായി കുറച്ചുകാലം പ്രവർത്തിച്ചു. ലോഹിതദാസിനൊപ്പം ജോലി ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നം. ഇതിനിടയിലാണ് പ്രകാശ് പരസ്യ സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. സിനിമയിലേക്കുള്ള ചവിട്ടുപിടിയായി കണ്ട ആ മേഖല പക്ഷെ പ്രകാശിനായി കാത്തുവെച്ചത് വലിയൊരു ലോകമായിരുന്നു. വോഡഫോണിന്റെ സൂസു പരസ്യവും ഹച്ചിലെ നായ്ക്കുട്ടിയുടെ പരസ്യവും ആരും മറന്നിരിക്കാനിടയില്ല. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഐഫോൺ തുടങ്ങിയ മുൻനിര ബ്രാൻഡുകൾക്ക് വേണ്ടി പരസ്യങ്ങൾ ചെയ്യുന്ന നിർവാണ എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ സ്ഥാപകൻ കൂടിയാണ് ഇന്ന് പ്രകാശ് വർമ്മ. അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ അവസരം പ്രകാശിനെ തേടിയെത്തുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ മുൻനിര പരസ്യ സംവിധായകരിൽ ഒരാളായി തിരക്കിലായിരുന്നു. അഭിനയം പാഷനായിരുന്നെങ്കിലും സിനിമ എന്ന പ്ലാൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എന്നിട്ടും പ്രകാശ് വർമ്മയെ തുടരുമെന്ന ചിത്രത്തിലേക്ക് എത്തിച്ചത് ഒരേ ഒരു ഘടകമാണ്: മോഹൻലാൽ എന്ന വികാരം. പല വലിയ പരസ്യ ചിത്രങ്ങളും വേണ്ടെന്ന് വെച്ചു പോലും പ്രകാശ് മോഹൻലാലിന് വേണ്ടി തുടരുമെന്ന സിനിമയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി. തുടരുമെന്ന ചിത്രം പ്രകാശിന്റെ മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണ്. ഇതിനോടകം തന്നെ നിരവധി ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ സംവിധായകർ ഈ മാസ് വില്ലനെ സമീപിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മറുപടി നോ എന്നായിരുന്നു. പരസ്യ ചിത്രങ്ങളുടെ തിരക്കിൽ നിന്ന് താൽക്കാലികമായി പോലും മാറാൻ സാധിക്കില്ലെന്നാണ് പ്രകാശ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രകാശിനെ വീണ്ടും വെള്ളിത്തിരയിൽ കാണണമെങ്കിൽ പ്രേക്ഷകർ ഇനിയും കാത്തിരിക്കേണ്ടി വരും.